ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായില്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് അധികം തിരക്കില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് മോനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ റെഡിയാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ ഇഡ്ഡലിയും സാമ്പാറുമാണേ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. മോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ഒരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 2 സാൻഡ്വിച്ചിനുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 ബ്രെഡ് എടുത്തു. സാൻഡ്വിച്ചിനകത്ത് ഒരു ചെറിയൊരു ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് തേങ്ങ ചേർത്ത്, ഇപ്പോൾ ഈ ഗ്രീൻ ചട്നി ഉണ്ടാക്കത്തില്ലേ നമ്മൾ, മല്ലിയിലയും കുറച്ച് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട്, അങ്ങനെയും റെഡിയാക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് തേങ്ങയൊന്നും ഇല്ലാതെ കുറച്ച് മല്ലിയിലയും ഒരല്പം പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. മോന് കൊണ്ടുപോകാനായതുകൊണ്ട് ഒരു പച്ചമുളകിൻ്റെ പകുതിയെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പറഞ്ഞ പോലെ ഇതൊരു സാധാരണ നമ്മൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്ന പോലെ തേങ്ങയൊക്കെ ചേർത്ത് വേണമെങ്കിലും അരയ്ക്കാം. അങ്ങനെ ആയാലും സാൻഡ്വിച്ചിനകത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് അരച്ചെടുത്തു. ഇനി ഇതിനകത്ത് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തക്കാളിയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, സവോള ഒക്കെ ഇതുപോലെ തന്നെ ഒരു ഫില്ലിംഗ് ആയിട്ട് വെക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തക്കാളി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ അധികം കനമില്ലാതെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു 2 സാൻഡ്വിച്ചിനായതുകൊണ്ട് ഒരു 4-5 പീസ് മതിയാവും. ബാക്കി വരുന്നത് നമുക്ക് വേറെ കറിയിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഒരു മുട്ടയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. 2 സാൻഡ്വിച്ചിന് 1 മുട്ട. മുട്ട കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് ഈ മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ. പിന്നെ 4 പീസായിട്ടൊന്ന് മുറിച്ച് വെക്കുകയാണ്. നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബ്രെഡ് പീസ് എടുത്തു. അതിനകത്തേക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കുട്ടികളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്കായാലും നമ്മുടെ താല്പര്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഗ്രീൻ ചട്നി ഇല്ലാതെ ഉണ്ടാക്കാം. അതുപോലെ ഇത് വെജായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മുട്ടയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഉടച്ചെടുത്തിട്ട് അതും ഒരു ഫില്ലിംഗ് ആയിട്ട് വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചീസും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ്. പിന്നെ അത് നമ്മൾ ടോസ്റ്റ് ചെയ്ത് എടുത്തു കഴിയുമ്പം ബ്രെഡ് പീസ് സാൻഡ്വിച്ച് നല്ല സെറ്റായിരിക്കും. ആ ചീസ് ഉരുകിയിട്ട് ഇളകി പോകത്തില്ല. ഓക്കെ, അപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോൾ അത് നല്ലതാണ്. അല്ലെങ്കിൽ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ പല പീസായിട്ടൊക്കെ ഇളകി പോകത്തില്ലേ. ഓക്കെ, ഇനി അടുത്ത ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടർ തേച്ച സൈഡ് മുകളിൽ വെച്ച് സാൻഡ്വിച്ച് റെഡിയാക്കി, എന്നിട്ട് അത് പാനിലോട്ട് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചീസൊക്കെ ഒന്ന് ഉരുകി വരണം. അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. അപ്പോൾ അടുത്ത ഒരു സാൻഡ്വിച്ചും കൂടി ആ സമയം കൊണ്ട് റെഡിയാക്കി വെക്കാം. ഇതിനകത്ത് ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇഡ്ഡലി ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് അടുത്തൊരു സൈഡ് തിരിച്ചിടുന്നതിന് മുന്നേ ആ ബ്രെഡിൻ്റെ മുകളിൽ ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അത് നന്നായി നല്ല ബട്ടർ തേച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഓക്കെ, എന്നിട്ട് തിരിച്ചിട്ടു. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നാൽ മതി. വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുകയാണേ.
അപ്പോൾ അടുത്ത സൈഡും കൂടി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. സ്നാക്സായിട്ട് ഇന്ന് കൊടുത്തു വിടുന്നത് പേരയ്ക്കയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്നരാടം ദിവസം ഫ്രൂട്ട്സ് കൊടുത്തു വിടും. എല്ലാ ദിവസവും ഈ ബിസ്ക്കറ്റും അങ്ങനെ എന്തെങ്കിലും കുക്കീസ് അങ്ങനെയൊക്കെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിന് പകരം ഒന്നരാടം ദിവസങ്ങളിൽ ഫ്രൂട്ട്സ് കൊടുത്തു വിടാൻ തുടങ്ങി. വലിയ താല്പര്യമൊന്നുമില്ല, കുക്കീസൊക്കെയാണ് ഇഷ്ടം, എന്നാലും നിർബന്ധിച്ച് കൊടുത്തു വിടുന്നതാണ് കേട്ടോ. അപ്പോൾ അതെ, സാൻഡ്വിച്ച് റെഡിയായി. നല്ല ടേസ്റ്റാണ് ഇത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് വേണമെങ്കിൽ ടൊമാറ്റോ സോസോ മയണൈസോ ഒക്കെ വെക്കാം. പക്ഷേ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ലഞ്ച് റെഡി. അപ്പോൾ മോൻ പോയി, ഇനി മോളെയും കൂടി ഒരുക്കി സ്കൂളിൽ വിടണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഷോപ്പിൽ പോകാൻ. പക്ഷേ ഇന്ന് അധികം തിരക്കില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. കാരണം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ബ്രേക്ക് എടുക്കും. അനോഖയിൽ പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് ഇടാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് വേണ്ട, കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടി ഒന്ന് പുറത്ത് ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഹസ്ബൻഡ് മാത്രം ലഞ്ച് മതി, ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, മോക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഒന്ന് റെഡിയാക്കി വിട്ടിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോകാൻ റെഡിയായി. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ. രാത്രി വരുന്ന ഓർഡേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരു മോള് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പം ഷോപ്പ് അടയ്ക്കും, വീട്ടിൽ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഓർഡേഴ്സൊക്കെ വീട്ടിലിരുന്നാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് രാവിലെ ചെന്നിട്ട് വേണം പാക്ക് ചെയ്ത് അയക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ഷോപ്പിലെത്തി. അപ്പോഴേക്കും അമ്മയും വന്നു. അപ്പം എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് അയക്കണം. തലേദിവസം വരുന്നതൊക്കെ നമ്മൾ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് വരുന്നതൊക്കെ അപ്പോഴും തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ രാത്രി വരുന്നത് മാത്രം രാവിലെ വന്ന് ആണ് ചെയ്യുന്നത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ, എപ്പോഴും ഇത് ഷോപ്പിൽ വന്ന് എടുക്കാവോ എന്ന്. ഇപ്പം തൽക്കാലം നമ്മൾ ഓൺലൈൻ മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഷോപ്പായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫെബ്രുവരി മാർച്ച് മാക്സിമം ആ ഒരു സമയമാകുമ്പം നമ്മളതിനൊരു ഷോപ്പ്, ഒരു ബൊട്ടീക്കായിട്ടുള്ള തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഉടനെ തുടങ്ങും. അപ്പോൾ അവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ലുലു മോളിലോട്ട് പോവാണേ. ഇവിടെ ട്രിവാൻഡ്രം ലുലു വന്നിട്ട് ഒരു വർഷമായെന്ന് തോന്നുന്നു. അമ്മ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. പൊതുവെ കുറച്ച് തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് അച്ഛനും അമ്മയ്ക്കും മടിയാണ്, അതുകൊണ്ടായിരിക്കും ഇതുവരെയും പോകാതിരുന്നത്. ഞങ്ങളിടയ്ക്ക് ഞാനും ഹസ്ബൻഡും കുട്ടികളും കൂടി ഇടയ്ക്കൊരു 3-4 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അമ്മേനെയും കൊണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കൂടെ അല്ലാതെ പോകുന്ന ലക്ഷണം കണ്ടില്ല. അപ്പോൾ എന്തായാലും ഒരു വീക്ക് ഡേ അല്ലേ, അപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് പോവാണ്. അവിടെ ചെന്നിട്ട് നോക്കണം.
ഇതിന് മുന്നേ ഞാനിവിടെ വന്നതൊക്കെ വീക്കെൻഡ്സ് ആയിരുന്നു. ഇപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആയിരിക്കും. നല്ല തിരക്കാണ്, ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഇങ്ങനെ നല്ല ഭംഗിയായിട്ടൊന്നും കാണാൻ പോലും പറ്റില്ല കേട്ടോ, അത്ര തിരക്കാണ്. അപ്പം അങ്ങനെയൊക്കെ അമ്മയെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കത് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീക്ക് ഡേ വരാമെന്ന് വിചാരിച്ചത്. പകൽ സമയമാകുമ്പം ഇതുപോലെ അധികം തിരക്കിൽ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നടക്കുകയൊക്കെ ചെയ്യാം, എല്ലാം കാണുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ നേരെ ആദ്യം തന്നെ വന്നിട്ട് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ചൊന്ന് ക്ഷീണിച്ചു. അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പതുക്കെ ഷോപ്പിങ്ങിനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ഇത്രയും ഒഴിഞ്ഞ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഫൺ ടൂറൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു ആ സമയത്ത്. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഫ്രൂട്ട് ബീൽ വന്നു, ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. അമ്മയ്ക്ക് പിന്നെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ മാത്രമേ താല്പര്യമുള്ളൂ കേട്ടോ, വേറെ ഷോപ്പുകളിലൊന്നും നമ്മൾ കയറില്ല. ജസ്റ്റ് ഒന്ന് മോളൊക്കെ കാണാം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പം ഹൈപ്പർ മാർക്കറ്റിലാകുമ്പോൾ പിന്നെ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. വെയിറ്റില്ലേ? നോൺ സ്റ്റിക്ക് ആണ്. ഏതാ? ഷെഫ് ലൈനോ? ഷെഫ് ലൈൻ കാണാൻ കൊള്ളാം അല്ലേ, വീഡിയോക്കൊക്കെ യൂസ് ചെയ്യാൻ കൊള്ളാം. 2085 ഷെഫ് ലൈൻ തന്നെ. ഷെഫ് ലൈൻ ആ ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട്. 13 ലിറ്ററാ. എത്ര രൂപ? പാത്രങ്ങളുടെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രങ്ങളുടെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മനെ വിളിച്ചുകൊണ്ട് പോകാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം അങ്ങനെ അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് അമ്മേനെയും കൊണ്ടൊന്ന് വരാനുള്ള ഉദ്ദേശത്തിൽ മാത്രം ഇറങ്ങിയതാണ്. കാരണം എൻ്റെ കൂടെ അല്ലാതെ അമ്മ ഇങ്ങോട്ട് വരുന്ന ലക്ഷണം ഇല്ലായിരുന്നു, ഒരു വർഷമായില്ലേ. അപ്പം എന്തായാലും ഒരു ദിവസം അമ്മേനെ ഒന്ന് ഇവിടേക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. അത്യാവശ്യം കുറേ ലഞ്ച് ബോക്സിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതെനിക്കിഷ്ടമായി, പക്ഷേ ആവശ്യമില്ലായിരുന്നതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് പച്ചക്കറികളുടെ സെക്ഷനിലെത്തി. ഇവിടെ എല്ലാം അടുക്കി വെച്ചിരിക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ ഞാനിവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല. നമ്മുടെ പുറത്തുള്ള സാധാരണ ചെറിയ പച്ചക്കറി കടകളുണ്ടാവുമല്ലോ, അവിടെ നിന്നേ വാങ്ങിക്കാറുള്ളൂ. കാരണം വില നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇതാണ്. ചെറി, ഇത് അമേരിക്കൻ ചെറി കേട്ടോ. അത് അത്യാവശ്യം നല്ല വിലയാണ്, പക്ഷെ ഇവിടെ അധികം കിട്ടില്ല. അപ്പോൾ എൻ്റെ മോന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഒരു ചെറിയ പാക്കറ്റ് മേടിച്ചു. ഒരു സ്ട്രോബെറി മേടിച്ചു. സ്ട്രോബെറി ആയാലും നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്നേക്കാളും ഇവിടെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അത് കുട്ടിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് അത് 2 എണ്ണം മാത്രം മേടിച്ചു. അപ്പോൾ അമ്മ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. നല്ല ലേറ്റായി കേട്ടോ, ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും പോകാനുള്ള സമയമായി ഏകദേശം. ഇനിയിപ്പോൾ മോള് വരുന്നതിന് മുന്നേ വീട്ടിലെത്തണമല്ലോ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഒരു 2 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ വാവ് ചൈനയിൽ നിന്ന് ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ മോമോസുമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. എനിക്ക് പൊതുവേ ഇവിടുത്തെ ഫുഡ് കോർട്ടിലെ ഫുഡ് ഇഷ്ടമല്ല, ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ പിസ്സയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇന്നിപ്പോൾ അമ്മയ്ക്ക് ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചു. മോമോസ് മാത്രം കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. ബാക്കിയെല്ലാം ബിലോ ആവറേജ്, അത്രേ പറയാനുള്ളൂ.
അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങും ഫുഡും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ 3 മണിയൊക്കെ ആയി. അപ്പോൾ അച്ഛൻ മോള് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ആ വഴി ഞങ്ങളെ ഇങ്ങോട്ട് പിക്ക് ചെയ്യാനായിട്ട് വന്നു. അമ്മൂമ്മനാണെങ്കിലേ അമ്മൂമ്മൻ്റെ വന്നതേയില്ല. അപ്പം അമ്മൂമ്മനോട് വണ്ടേ വരണ്ടേ. അപ്പോൾ ഞാൻ ദേ വീട്ടിലെത്തി. ഇവിടെ കുറച്ച് ക്ലീനിങ് ജോലികളൊക്കെ ഉണ്ടായിരുന്നു, പുറത്ത് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ആളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന ഉടനെ അവർക്ക് പിന്നെ ചായയൊക്കെ ഇട്ട് കൊടുക്കണം. വൈകുന്നേരം ആയല്ലോ എത്തിയപ്പോൾ. വരുന്ന വഴിക്ക് ഞാൻ കടയിൽ നിന്ന് സ്നാക്സൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. ചെറിയ സ്ട്രോബെറി അല്ലാതെ ഞാൻ ഇന്ന് ലുലുന്ന് വാങ്ങിച്ചത് ഇതാണ് കേട്ടോ. ബൊറോസിലിൻ്റെ ഒരു കുഞ്ഞു ട്രേ. ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നൊരു സാധനമാണ്. നമുക്ക് ഈ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ട്രേ ആട്ടോ. ഇത് ഇതുപോലെയുള്ള കുഞ്ഞു ട്രേകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യൂട്ടല്ലേ കാണാൻ. ബൊറോസിൽ നല്ല ക്വാളിറ്റിയാണ്, നല്ല അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉള്ള കട്ടിയുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലാണെങ്കിൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ ഇത്രയും മതി. കാരണം എല്ലാവരും കുറച്ചേ കഴിക്കുള്ളൂ മധുരം ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞു ട്രേയും കൂടി മേടിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് ഡിന്നറിന് അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല. അമ്മ കുറച്ച് അവിയൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ സാമ്പാറൊക്കെ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് മോളുടെ കൂടെ കുറച്ച് നേരം ഒന്ന് ഹോംവർക്കൊക്കെ ചെയ്യാനിരിക്കുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഹോംവർക്ക് കൊടുത്തു വിടാറുള്ളൂ. അതും കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു പേജ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു ബുക്കൊക്കെ റീഡ് ചെയ്യും. അപ്പോൾ അതാണ് എല്ലാ ദിവസത്തെയും ഒരു റൂട്ടീൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.